തോരൻ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു 1.5 കിലോ കോളിഫ്ലവർ, 2 കിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ 1.5 കിലോ ഉണ്ട്. പിന്നെ അതിനാവശ്യമുള്ളത് നാളികേരമാണ്. നാളികേരം ഞാനൊരു ചെറിയ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സവാള ചെറുതെടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്, പിന്നെ വേപ്പില, ആവശ്യമുള്ള വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, ജീരകം, വറ്റൽമുളക്, പിന്നെ മല്ലിയില. പിന്നെ പൊടി എന്ന് പറയാനായിട്ട് ഒരു സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് അതിൽ കടുക് ഇട്ടു. അത് പൊട്ടിയപ്പോൾ ജീരകം ഇട്ടു. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അത് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒന്നുകൂടി നന്നായി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് ഉപ്പിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതിനാവശ്യം വരികയാണെങ്കിൽ നമുക്ക് വേറെ ചേർക്കാം. ഇപ്പോൾ അത്യാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ സവാള ആയി വന്നിട്ടുണ്ട്. സവാള അങ്ങനെ ആയി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിനി പച്ചമുളകും വേപ്പിലയും ഇടാം. പച്ചമുളകും വേപ്പിലയും നന്നായി വഴന്ന് വരട്ടെ. ഇങ്ങനെയൊക്കെ നല്ല ചേർത്ത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കോളിഫ്ലവറൊക്കെ നല്ല കറിയാണ്. അതിലേക്കൊരു ചെറിയ രസമോ അല്ലെങ്കിൽ ഒരു പരിപ്പ് കറിയോ ചാറ്, പരിപ്പും തക്കാളിയും കൂടി വെച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ കറിയോ, ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതൊരു ഇതായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇടാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എളുപ്പം വറ്റൽമുളക് ഇട്ടുണ്ട്. അതൊരു 4 വറ്റൽമുളക് ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചിട്ടാണ് ഞാൻ. ഇതിലേക്ക് പൊടികളിടാം നമുക്ക്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂണ് ഗരം മസാല. അതൊരു പച്ചമണം പോണ വരെ ഇളക്കുക. പച്ചമണം പോണ വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ഇടാം. കോളിഫ്ലവർ ഇട്ട ശേഷം അതിലത്തെ മുളകും അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായി ചേരാൻ വേണ്ടിയിട്ട് നന്നായി ചേർത്ത് ഇളക്കുക. എല്ലായിടത്തും എത്തണ പോലെ ഇളക്കാം. ഉപ്പൊന്നും നമ്മളിപ്പോൾ ഇടണ്ട. കാരണം നമ്മൾ നേരത്തെ സവാളയിലേക്ക് കറിയിലേക്ക് അത്യാവശ്യം ആവശ്യമുള്ള ഉപ്പിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുവിധം വേവണോടുകൂടി നമുക്ക് എളുക്കുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഇടാം. ഉപ്പൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി വയ്ക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. പാല വെച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞതാണ്. അപ്പോൾ ഇനി എനിക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി അത് ഒന്നും കൂടി നന്നായി ഇളക്കിയിട്ട് നമുക്ക് മൂടിയിട്ട് വേവിക്കാം. എല്ലായിടത്തേക്ക് ആവണ വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി മൂടിയിട്ട് വേവിക്കാം. ഇപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇളക്കി നോക്കിയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ഇളക്കി. അപ്പോഴും വെള്ളം ഉണ്ടായിരുന്നു.
വെള്ളം ഇതിൽ ഞാൻ അര ഗ്ലാസ് ഒഴിച്ചത് തന്നെയുള്ളൂ. പക്ഷേ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഒന്നുകൂടി വറ്റിക്കോട്ടെ. നന്നായി വറ്റി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെറിയ വലിയ തീയിലിട്ടാൽ വെന്തോളും. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച പോലെ ആവും. അപ്പോൾ നന്നായി വെള്ളമൊക്കെ ഒരുവിധം വറ്റിയുണ്ട്. അല്ലെങ്കിൽ നാളികേരം ഇടാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നന്നായി ഇഷ്ടപ്പെടും. ലേശം മല്ലിയില ഇടാം. അപ്പം ഈ കറി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലൊരു ചെറിയ എന്തെങ്കിലും ഒരു ചാറുകറി മതി കഴിക്കാം. നല്ല ടേസ്റ്റിയായ കറിയാണ്. ആരും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കൂ. ഞാൻ നാളെ വേറൊരു കറിയായിട്ട് വരാം. താങ്ക് യു. ബൈ.